പശ്ചിമേഷ്യയിലെ ഗസയിൽ 2 കുട്ടികളടക്കം 10 പലസ്തീനികൾ ഇസ്രയേൽ ഉപരോധത്തെ തുടർന്ന് പട്ടിണി മൂലം മരിച്ചുവെന്നുള്ള ഹൃദയഭേദകമായ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. ഇസ്രയേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 80 പേർ കൂടി കൊല്ലപ്പെട്ടുവെന്ന വാർത്തയുണ്ട്. അപ്പം കൊലപാതകത്തിൻ്റെയും കുട്ടികളുടെ മരണത്തിൻ്റെ വാർത്തയും ഒക്കെ കേട്ട് മനസ്സ് നടങ്ങി നിൽക്കുമ്പോൾ പി ജെയിംസിനോട് നമുക്ക് ചോദിക്കാം. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. ജെയിംസെ, മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ നന്നായി പെയ്യുന്നുണ്ട്. മഴ നനഞ്ഞ് പരിചയമുണ്ടോ? തൃശ്ശൂരും എറണാകുളത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. മഴ നനഞ്ഞ് പരിചയമുണ്ടോ ജെയിംസിന്? ഒരുപാട്. മഴയത്ത് നൃത്തം ചവിട്ടിയിട്ടുണ്ട്. കൊച്ചു കുട്ടിയായിരുന്നു. പറഞ്ഞു മഴയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പശ്ചിമേഷ്യയിലേക്ക്, ഗസയിലെ കാര്യം എസ്കെ, നമുക്കിതൊക്കെ പറയാമെങ്കിൽ പശ്ചിമേഷ്യയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും രാവിലെ തന്നെ സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പറയാനുള്ളത്. 10 പേരാണ്, പലസ്തീനികളാണ് പട്ടിണി മൂലം മരണമടഞ്ഞത്. അത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. അവർ ഇത്രയും പോവർട്ടി എന്ന് പറയുന്നത് അവിടെ ഇസ്രായേൽ ബ്ലോക്കേഡ് ഉപരോധം സൃഷ്ടിച്ചത് മൂലം 6000 ട്രക്കുകളാണ് ഗസയിൽ കടക്കാനാവാതെ UN-ന്റെ നേതൃത്വത്തിൽ തന്നെ കിടക്കുന്നത്. ഒരു ഭാഗത്ത് സമ്പന്നത ആയിട്ട് ഭക്ഷണം, സമൃദ്ധിയായിട്ട് കൊടുക്കാനുള്ള ഭക്ഷണം പുറത്തു നിൽക്കുന്നു, അകത്ത് പട്ടിണി കിടന്ന് പലസ്തീനികൾ, മനുഷ്യർ മരണമടയുന്നു, കൊല്ലപ്പെടുന്നു. നരഹത്യ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 10 പേര് കൂടി പട്ടിണി മൂലം മരിച്ചതോടെ, പട്ടിണി മൂലം മരിച്ചത് ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് 122 പേരായി ആ സംഖ്യ കൂടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, മരണമടഞ്ഞവരുടെ, കൊല്ലപ്പെട്ടവരുടെ സംഖ്യ, ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 60,000-ലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 80-ലേറെ പേർ കൊല്ലപ്പെട്ടു, പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. എന്തായാലും ഇതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകളിൽ അല്പം ആശ്വാസം വന്നതാണ്. എല്ലാവരും വെടിനിർത്തൽ, 60 ദിവസത്തെ വെടിനിർത്തൽ വരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ആ ചർച്ചകളിൽ നിന്ന് പ്രതിനിധികളെ പിൻവലിച്ചിരിക്കുകയാണ്. ഫലത്തിൽ അവർ പറയുന്നത് ഹമാസ് പിടിവാശി പിടിക്കുന്നു, ഇസ്രായേലിൻ്റെ 50ഓളം ബന്ദികളെ ഇനി വിട്ടുകിട്ടാനുണ്ട്, അതിൽ പകുതിയിലേറെ പേർ മരണമടഞ്ഞവരാണ്, ബാക്കി ജീവിച്ചിരിപ്പുള്ളവരാണ്, അവരെ വിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഹമാസ് തിരിച്ചാണ് പറയുന്നത്. ഹമാസിൻ്റെ വാദം, ഇസ്രായേൽ പിന്മാറാതെ ഞങ്ങൾ ഇതിന് തയ്യാറല്ല, ഇസ്രായേൽ സൈന്യം പിന്മാറണം, ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്, പിന്മാറാൻ ഇസ്രായേൽ തയ്യാറാവുന്നുമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ്. 2 കൂട്ടരും പിടിവാശി തുടരുമ്പോൾ മരിച്ചു വീഴുന്നത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ അതൊരു വല്ലാത്ത തരത്തിലേക്കുള്ളൊരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എസ്കെഎൻ. അതിനിടയിൽ ഒരു വാർത്ത പ്രധാനമായിട്ട് വന്നത്, ഇന്നലെ ഗോവിന്ദസ്വാമിയുടെ വാർത്തയ്ക്കായതുകൊണ്ട് ഉക്രൈനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഉക്രൈനിൽ ഇതാദ്യമായിട്ട് വലിയ പ്രതിഷേധ റാലി നടന്നുവെന്ന വാർത്ത വരുന്നു. കാരണം യുദ്ധം തുടങ്ങിയിട്ട് 3.5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടായിരിക്കും ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ റാലി യുക്രൈനിൽ നടക്കുന്നത്. അവിടുത്തെ അഴിമതിക്കാരെ തടയാനുള്ള നിയമങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുന്നു. അത് പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ ആ നിയമം ശക്തമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ യുക്രൈനിൽ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഇറങ്ങി. ഉക്രൈനിൽ ഒന്നാമത് തന്നെ അവിടെ ഒരുപാട് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഒരുപാട് പട്ടിണിയും പരിവട്ടവും, കെട്ടിടങ്ങളൊക്കെ ഒരുപാട് കീവിൽ, മറ്റ് നഗരങ്ങളിലൊക്കെ തകർന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഉക്രൈനിൽ. അപ്പോൾ യുക്രൈനും അതുപോലെ തന്നെ ഇസ്രായേലിലും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല. മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി അമേരിക്കയൊക്കെ രംഗത്തിറങ്ങിയെങ്കിലും ട്രംപിനെ ഒന്നും കൂട്ടാക്കാൻ പുടിൻ തയ്യാറാവുന്നില്ല. പുടിൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നിൽക്കുകയാണ്. അവർ തമ്മിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും പുടിനും, വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തണം എന്ന വാദത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എസ്കെൻ, പി ജെയിംസ്, നമ്മൾ നേരത്തെ ഈ ട്രാക്കിലേക്ക് മരം വീണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു, ആലപ്പുഴ എറണാകുളം റൂട്ടിൽ നിന്ന് പറഞ്ഞല്ലോ. ആ മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടതൊക്കെ മാറ്റി, ഇനി അതുവഴി ട്രെയിൻ കടന്നു പോകും. ആ ഒരു സന്തോഷ വാർത്ത കൂടി പി ജെയിംസിനെ കൂടി ഞാൻ അറിയിക്കുക. ആലപ്പുഴയ്ക്ക് പോകുന്നില്ലല്ലോ ഇപ്പോൾ? തീർച്ചയായിട്ടും. മറ്റൊരു വാർത്ത വരുന്നുണ്ടല്ലോ ജെയിംസ്, തായ്ലൻഡിൽ നിന്ന് വെടി നിർത്തിയില്ലെങ്കിൽ കംബോഡിയയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് തായ്ലൻഡിലെ ആക്ടിംഗ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഏറ്റുമുട്ടലിൽ 16 പേർ കൊല്ലപ്പെട്ടു. മൂന്നാം രാജ്യത്തിൻ്റെ മധ്യസ്ഥമൊന്നും അംഗീകരിക്കത്തില്ലെന്ന് അവർ പറയുന്നു. ഇപ്പം നമ്മുടെ കൃഷ്ണ ചെറിയാൻ, നമ്മുടെ പ്രതിനിധി അവിടെ തായ്ലൻഡിൽ നിന്ന് ഒരു റിപ്പോർട്ട് തന്നതേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. കാര്യം നമ്മുടെ ഇന്ത്യൻ എംബസി ചില ഗൈഡ് ലൈൻസൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അവിടേക്ക് യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. പി ജെയിംസ്, ഒരുപക്ഷെ ക്രിസ്റ്റീന പോയിരിക്കുന്നത് ബാങ്കോക്കിലേക്കാണ്. ബാങ്കോക്കിൽ വലിയ പ്രശ്നങ്ങളില്ല. ബാങ്കോക്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സുരക്ഷിതമാണ്. കാരണം ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് മുഴുവൻ ബാങ്കോക്കിൽ നിന്ന് 360 കിലോമീറ്റർ ദൂരെയുള്ള തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലാണ്. ഇപ്പോൾ ഇതിനകം 2 ദിവസത്തെ ഫൈറ്റിൽ തന്നെ 16 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 15 പേരും
തായ്ലൻഡിൽ പൗരന്മാരാണ്, ഒരാൾ കംബോഡിയയുടെയാണ്. എന്തായാലും അവർ തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നുണ്ട്. അത് അതിർത്തിയിൽ തന്നെയാണ്. അതിർത്തിയുടെ ചുറ്റും ഒരു 20-30 കിലോമീറ്ററിനുള്ളിലാണ് ഇപ്പോൾ പോരാട്ടം. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെ പോകുന്ന ടൂറിസ്റ്റുകൾക്കൊന്നും പ്രശ്നമില്ല. എന്തായാലും ഇത് ഒരു പൗരാണിക ക്ഷേത്രത്തെ ചൊല്ലിയാണ് ഇത് ഉണ്ടായത്. കാരണം ഫ്രഞ്ച് കോളനി ആയിരുന്നു കംബോഡിയ. അവരത് വിഭജിച്ച് അല്ലെങ്കിൽ അതിർത്തി നിർണയിച്ച് നൽകുമ്പോൾ എല്ലാ കാലത്തും ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും യൂറോപ്യൻ അധിനിവേശക്കാർ ചെയ്തിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിൽ ഉള്ള അതിർത്തി നിർണയം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ, അതുപോലെ തന്നെ ഇപ്പോൾ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അവർ ജീവിതകാലം മുഴുവൻ അടിച്ചോട്ടെ എന്നുള്ള ലൈനിലാണ്. അപ്പോൾ പൗരാണിക ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നത് തായ്ലൻഡിലാണ്. പക്ഷേ കംബോഡിയ പറയുന്നത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കം ഒരു നൂറ്റാണ്ടായിട്ട് തുടരുന്നതാണ്. അപ്പോൾ അതിന് ശമനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിലെ ഏറ്റവും വലിയ ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. F-16 യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ളത് വെച്ച് തായ്ലൻഡ് അങ്ങോട്ടടിച്ചു. കംബോഡിയ ആണെങ്കിൽ റോക്കറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് 16 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. യുദ്ധം ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ തായ്ലൻഡിൻ്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി പറയുന്നത് ഇത് യുദ്ധമായിട്ട് മാറും. ഏറ്റുമുട്ടൽ എന്നുള്ള അവസ്ഥയിൽ നിന്ന് യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വരും. വെടിനിർത്തൽ വേണമെന്ന് കംബോഡിയ പറയുന്നുണ്ട്, പക്ഷേ കംബോഡിയ ആക്രമിക്കുന്നുണ്ട്. SKN അവിടെ ഒരു ഭരണത്തിൻ്റെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ വലിയ രീതിയിലുണ്ട്. അതിന് കാരണം അവിടുത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള പയേ താങ് തൂങ് ഒരു വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. അവർ കംബോഡിയയുടെ ഭരണാധികാരിയെ അങ്കിൾ എന്ന് വിളിക്കുകയും വളരെ എന്താ പറയുക സമാശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചത് തായ്ലൻഡിലെ ഭരണഘടനാ കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആക്ടിംഗ് പ്രധാനമന്ത്രിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ തായ്ലൻഡ് ഒരു അനിശ്ചിതത്വത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നു. ഒപ്പം തന്നെ കംബോഡിയയിലും പ്രശ്നങ്ങളുണ്ട്. കംബോഡിയ ഉപയോഗിക്കുന്ന മുഴുവൻ റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ്. കംബോഡിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഇതിൽ ഉണ്ടായിരുന്നതാണ്. തായ്ലൻഡിൻ്റെ കയ്യിൽ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങളാണുള്ളത്. അപ്പോൾ എവിടെയും വരുമ്പോൾ രണ്ട് വൻശക്തികൾ ഇതിൻ്റെ പിറകിലുണ്ട്. ചൈനയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചൈനീസ് വംശജരോടൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ എംബസിയുടെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും തായ്ലൻഡ് ടൂറിസ്റ്റുകളുടെ ഒരു വലിയ കേന്ദ്രമായതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോകുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. SKN BB ജെയിംസ് സഭ നമ്മുടെ തായ്ലൻഡിന്റെ തലസ്ഥാനമാണല്ലോ ബാങ്കോക്ക്. അവിടെ നമ്മുടെ കൃഷ്ണ ചെറിയാൻ അവിടെ ഇരുന്ന് നമ്മുടെ BB ജെയിംസിന്റെ വിദേശ വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. കൃഷ്ണ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അപ്പോൾ നമ്മുടെ BB ജെയിംസ് പറയായിരുന്നു കൃഷ്ണ പോയിരിക്കുന്നത് ബാങ്കോക്കിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ BP പറയുന്നത്, BP പറഞ്ഞാലേ ശരിയാവും, വേറൊരാൾ കയറി പറയണ്ടല്ലോ. പറയൂ BP. യെസ്, അതെ, അവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികളൊക്കെ പറയുന്നത് അതിർത്തിയിൽ മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്. അവിടെ ബാങ്കോക്കിൽ അതിന് ചുറ്റുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സുരക്ഷിതമാണ്. അതുകൊണ്ട് ക്രിസ്റ്റീനയ്ക്ക് വളരെ സുരക്ഷിതമായിട്ട് അവിടെ കഴിയാം. ഇത് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പറന്നു പിടിക്കുന്നുണ്ട്. ഭാവിയിൽ ബാങ്കോക്കിലേക്ക് എത്തുമെന്ന് അറിയില്ല. കാരണം തായ്ലൻഡിൻ്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ചില്ല, ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ക്രിസ്റ്റീന. അതേക്കുറിച്ച് എന്താണ് ക്രിസ്റ്റീനയ്ക്ക് പറയാനുള്ളത്? SKN ബൈപ്പാസ് ചെയ്തതാ. ജെയിംസ് സാർ വെരി ഗുഡ് മോർണിംഗ്. SKN വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ബാങ്കോക്കിലാണ്. ബാങ്കോക്കില് നിലവിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ജെയിംസ് സാർ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കംബോഡിയയുടെയും തായ്ലൻഡിന്റെയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമാണ്. അപ്പൊ ആ അതിർത്തി പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിന് നമ്മളൊരു യുദ്ധം എന്ന് തന്നെ വിളിക്കാനാവില്ല. ഇതൊരു സംഘർഷം മാത്രമാണ്. ആ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന വർഷങ്ങളായി തായ്ലൻഡും കംബോഡിയയും അടങ്ങുന്ന മേഖലയിലുള്ള ഈ ഒരു ബുദ്ധ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ആ ഒരു തർക്കം, ആ തർക്കം യുദ്ധമായി മാറിയിട്ടില്ല, യുദ്ധമായി മാറില്ല എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം കംബോഡിയയുടെ ഭാഗത്തു നിന്ന് നിരുപാധികമായി വെടിനിർത്തലിനുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാതെ കരാറിലേക്ക് എത്താനുള്ള ഒരു സജ്ജമായിട്ടുണ്ടെന്ന് കംബോഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തായ്ലൻഡ് ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഉടനെ തന്നെ അത്തരത്തിലൊരു വെടിനിർത്തൽ ഉണ്ടാകാനൊരു സാധ്യതയാണുള്ളത്. പക്ഷേ ഈ അതിർത്തി മേഖലയിൽ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്, അവിടെ ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ജനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. 16 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ ഒരാള് ഒരു മിലിറ്ററി പേഴ്സണും ബാക്കി ജനങ്ങളുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അതിർത്തി മേഖലയിലെ 7 പ്രവിശ്യകളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസിയുടെ സൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ട്വിറ്റർ പോസ്റ്റിൽ പറയുന്ന 7 പ്രൊവിൻസുകൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നവർ ഒഴിവാക്കുക. അതായിരിക്കും ഏറ്റവും സുരക്ഷിതമായ മാർഗം. അല്ലാതെ തായ്ലൻഡ് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നും ബാങ്കോക്കിൽ ഉൾപ്പെടെ ഒരു കേന്ദ്രങ്ങളിലും ഒരു പ്രശ്നവുമില്ല. ഇവിടെ അത്തരത്തിലൊരു സംഘർഷം നടക്കുന്നുവെന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇവിടെയില്ല. വളരെ സമാധാനം
സമാധാനപരമായി ജനജീവിതം നടക്കുന്നു. ടൂറിസ്റ്റുകൾ വരുന്നവരിവിടെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്, വിവിധ സ്പോട്ടുകളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ഈ 7 പ്രോവിൻസുകൾ ഒഴിച്ചു നിർത്തി യാത്ര ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.